ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ ഒരു ചെറുതും വരികില്ല പരമേ. അരികളിൻ നടുവിൽ വീഴുന്നൊരു കുന്നി പരിമള തൈലം പകരുമെൻ ശിരസിൽ. അരികളിൻ നടുവിൽ വീഴുന്നൊരു കുന്നി പരിമള തൈലം പകരുമെൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഈ പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി ഞങ്ങൾ നന്ദിയോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിച്ച വലിയ കൃപയും നന്മയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഞങ്ങൾ നന്ദിയോട് കർത്താവ് തലമുറ തലമുറയായിരിക്കും ദൈവമാണ്. ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും നിങ്ങളോട് കാണിച്ച കൃപയ്ക്ക് വേണ്ടി സ്ത്രീയ ജില്ലയ്ക്ക് വേണ്ടി അതിനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. എല്ലാ അനുഗ്രഹവും ഹൃദയം കൊടുത്തതുകൊണ്ട് ഞങ്ങൾ സുവിശേഷം വിശ്വസിക്കുവാനും കർത്താവിനെ അനുസരിക്കുവാനും കർത്താവ് കൊടുത്ത ഭാഗ്യത്തിന് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ട് അതിന് വേണ്ടി, ജോലി നൽകിയതുകൊണ്ട് അതിന് വേണ്ടി, കർത്താവിനെ മാനിച്ച് ജീവിപ്പാൻ കൊടുത്ത എല്ലാ ഉത്സാഹത്തിനു വേണ്ടിയും ഞങ്ങൾ നന്ദി. കർത്താവിൽ ആ പ്രിയ ജിജോയുടെ വിഭാഗത്തിൻ്റെ അതിനുവേണ്ടി ഞങ്ങൾ കടന്നു പോവുകയാണ്. കർത്താവിന് സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദി. അവൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി തിരുമേനിയെ സ്തുതിക്കുന്നു. അവർക്ക് അവരെ നൽകുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി അവരെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദി കൊടുത്തു. ആരോഗ്യമുള്ളവനായി വളരുവാനും വളർത്തുവാനും തക്കവണ്ണം അവരോട് കാണിച്ച കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദി കൊടുത്തു. കുടുംബമായി അവരെ അനുഗ്രഹിച്ച വലിയ കൃപ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി കൊടുത്തു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കാണിച്ച വലിയ നന്മയാണ്, സ്നേഹമാണ്, പരിപാലനമാണ്. ഞങ്ങൾ ഓർത്ത് നന്ദി കൊടുത്തു. കർത്താവ് എല്ലാ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് തരുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാൾ നിരാശപ്പെട്ടിട്ടില്ല, ലജ്ജിച്ചു പോയിട്ടില്ല. പിന്നെയും ഞങ്ങൾക്ക് അതിന് ധന്യമായ സാക്ഷ്യം പറയുവാൻ അനുവദിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നന്ദി കൊടുത്തു. ആ വിവാഹ ശുശ്രൂഷകളെ ഏറ്റവും ഭംഗിയായി തീരുവാൻ അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിനെ മാനിക്കുന്ന ഒരു കുടുംബം കൂടെ ഇവിടെ ഉണ്ടാകുവാൻ കർത്താവ് എല്ലാ കൃപയും നൽകണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ അനേകരും യാത്ര ചെയ്ത് വരേണ്ടതുണ്ട്. അവരെല്ലാ ക്ഷമത്തോടും കൂടെ എത്തുവാൻ ഇടയാക്കണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് നോക്കി. അതുമാത്രമല്ല, ഇന്നത്തെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ, ദൈവങ്ങളെ കൊണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും സുവിശേഷം വിശ്വസിക്കാത്തവരാണ്. ഇന്ന് വാസ്തവമായ ഒരു കർത്താവിന്റെ മഹത്വം കാണുവാനും കർത്താവിനെ വിശ്വസിക്കുവാനുള്ള കൃപ നൽകുവാൻ തക്കവണ്ണം ആവശ്യമായ നന്മകൾ ഞങ്ങൾക്ക് കാണണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും സന്തോഷത്തിനും നന്മകൾക്കും വേണ്ടി ഞങ്ങളെ നന്ദി ഓർത്തിക്കുകയും ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ പുകഴ്ത്തുവാനും നന്ദി പറയുവാനും ഇങ്ങനൊരു അവസരം കൂടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി ഓർത്തിരിക്കേണ്ടി. ഞങ്ങളുടെ കർത്താവ് കരുതുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. ഞങ്ങളുടെ ഏറ്റവും ചെറിയ ആവശ്യം പോലും അറിഞ്ഞ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന ആ വഴികളോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് ആവശ്യമായ എല്ലാ കൃപയും കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്ന ആ വലിയ ദൈവങ്ങളെ കൊണ്ട് സന്തോഷിക്കുവാൻ ഇനി ഞങ്ങളെ സഹായിക്കുകയും ഇരുനാമം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട്
പ്പെട്ടവരും ദയവ് ചെയ്ത് ഹാളിന്റെ അകത്തേക്ക് വന്നിരിക്കാനായിട്ട് പ്രത്യേകിച്ച് താല്പര്യപ്പെട്ടുകൊള്ളു. ആന്റണി മകൻ ജിജോ ആന്റണി സെക്കൻഡറാബാദിലെ ഭൂപ്പടവിൽ വർഗീസ് മകൾ സ്മിത വർഗീസും തമ്മിലുള്ളതായ വിവാഹ ശുശ്രൂഷയാണ് ഇവിടെ നടത്തുവാനായിട്ട് പോകുന്നത്. ഈ വിവാഹ ശുശ്രൂഷ തികച്ചും നെല്ലിക്കുന്ന് സിയോൺ സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷപുരത്തരം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. കടന്നു നിൽക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ ഓർത്തഡോക്സ് സർവീസ് ഈ പ്രോഗ്രാം കാലത്തിൽ പറയുന്നതനുസരിച്ചാണ് ഇവിടെ നടക്കുന്നതായ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുന്നത്. കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളും. ഇപ്പോൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് അവന് പുതിയ പാട്ടുപാടുകയും ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കും. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത്. അവൻ നീതിയും ന്യായം ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. പൂരളത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യക്തമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരൊക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവനവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോൾ ഈ പ്രോഗ്രാം കാർഡില് ആദ്യത്തെ പാട്ട് ഇപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും. വാഴ്ത്തുക നാം എന്നുള്ളതായ പാട്ട്. ആ പാട്ട് പാടുന്ന സമയത്ത് നിയുക്ത വരനും വധുവും അവർക്കായിരിക്കുന്ന ഈ ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്ന് ഇരിക്കേണ്ടതാണ്. സോങ് നമ്പർ ആദ്യമായിട്ട് കർത്തദാസൻ ജോയ് സാമുവലും തുടർന്ന് TV ആന്റണി സഹോദരനും പ്രാർത്ഥനയിൽ നമ്മെ ഉണ്ടായിരുന്നു. അടിയങ്ങൾക്ക് രാവിലെ ഹോളിലേക്ക് വരുവാൻ സംബന്ധം അവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാം നന്ദിയും ഉപാസനർപ്പിക്കുകയാണ്. കരുണാസമ്പന്നനായ ദൈവം ഞങ്ങൾ
ഞങ്ങളെ യാത്രയിലെത്തി സൂക്ഷിച്ച് പരിപാലിച്ചു. ദീർഘയാത്രയിലെത്തി നിന്റെ മക്കളെ പരിപാലിച്ചുകൊണ്ടുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അപകടങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്തിൽ ഞങ്ങൾക്ക് നിരാമി ഇങ്ങനെ തീരുവാൻ നന്ദിയോടുകൂടി നിന്റെ ഭാഗത്ത് പാടി നിന്നെ ആരാധിക്കാൻ അവിടുന്ന് സഹായിച്ചല്ലോ. നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഇന്ന് ഞങ്ങളെ നടത്തുവാൻ വല്ലവനായിട്ട് സ്തോത്രം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. നീ ഞങ്ങൾക്ക് അഭയമായിരുന്നു തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. നീ ഞങ്ങളുടെ മക്കളെ തന്നു. അവരെ ദൈവങ്ങളുടെ വിദ്യാഭ്യാസം നൽകുവാനും കർത്താവിന്റെ കൃപയിൽ അവർ പ്രതിനിധിയിലാക്കുവാനും സഹായിച്ചു. സ്തോത്രം. തക്ക സമയങ്ങളിൽ അവർക്കുള്ള തുണകളെ കണ്ടുപിടിച്ച് ദാനം ചെയ്യുന്ന സ്തോത്രം ചെയ്യുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തോന്നുകയാണ്. പിതാവേ, എല്ലാ നന്ദിയും എല്ലാ പുകഴ്ചയും ഞങ്ങൾ വാർത്താക്കുന്നു. ഇവിടെ നിന്നെല്ലാം നമുക്കുണ്ടായിട്ട് തിരുനാമത്തിന് സ്തോത്രം. സ്നേഹിതന്മാർക്കായിട്ട്, സുഹൃത്തുക്കളായിട്ട്, എല്ലാവർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് കൂടി വരുവാൻ തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, നിങ്ങളെ കരങ്ങളിലേക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർത്തുകൊടുക്കാൻ ഞങ്ങളെ സഹായിച്ചു. ഇന്ന് അവരുടെ വിവാഹ രംഗത്തേക്ക് കടന്നുവന്നിരിക്കുകയാണ്. നിന്റെ സാന്നിധ്യത്തിനോട് തിരുനാമത്തിന്റെ സ്തോത്രം. വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹയിലേക്ക് ഗ്രഹിക്കപ്പെടുവാൻ ധാരാളമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുശ്രൂഷയെ അവിടെ അനുഗ്രഹിക്കണമേ. എന്റെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. വചന ശുശ്രൂഷയെ അവിടെ ആദരിക്കണമേ. എല്ലാവരും പോലെ എത്രയുമായി തീർക്കുവാൻ സാന്നിധ്യം സ്തോത്രം അനുഗ്രഹിച്ച് അവിടുത്തെ വലിയ നാമത്തെ ബഹുത്തപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ ഒരു കുടുംബത്തേക്ക് ഞങ്ങൾക്ക് ദാനം ചെയ്തുകൊണ്ടിരുന്ന സ്തോത്രം. എല്ലാ മതത്തിനും എല്ലാ പുകഴ്ചയും അവിടുത്തെ തിരുപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ആണിപ്പാടുകളാണ് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് യേശുരക്ഷയുടെ വലിയ നാമത്തെ വീക്ഷിക്കുന്നു. കേൾക്കുമാറാകണം. സ്നേഹവനായ പിതാവേ, അവിടുത്തെ പുത്രമുഖാന്തരം ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. നിന്നെ ആരാധിക്കുന്നു. നിനക്ക് മഹത്വം ലഭിക്കുന്നു. ഇടവരായി ഞങ്ങൾക്ക് കടന്നു വാങ്ങണം. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ സ്നേഹിച്ചവരുടെ സ്നേഹത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം. കർത്താവേ, മുഹൂർത്തത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന നിന്റെ വലിയ പ്രവൃത്തിയുടെ ഓർമ്മ സ്തുതിക്കുന്നു. തലമുറയായി നിങ്ങളുടെ സങ്കേതമാകുന്നതെന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് പറയുവാൻ തക്കണം. ഞങ്ങളുടെ പിതാക്കന്മാരോടും ഇടവരായി ഞങ്ങളോടും കാണിച്ച വലിയ ദയോർമ്മ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിന്നെ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്വർഗത്തിന്റെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിപ്പാനും പ്രസാദിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവേ, മക്കളുടെ വിവാഹത്തോട് ബന്ധത്തിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുവാൻ പ്രസാദിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ദൈവത്തിനെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെ അറിയുവാനും നിന്നെ സ്നേഹിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതിന് കർത്താവേ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്മൃതിയോടും സ്തുതിക്കുന്നു. കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിനെ ജീവിപ്പാനും കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. മനുഷ്യലേഖനായിരിക്കുന്നതല്ല അനുചേതനായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതുകയും ഒരുക്കുകയും ചെയ്തുകൊണ്ട് സ്തുതിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും തിരുമണി ഒരുക്കിയ മുഖാന്തരത്തെ സ്തുതിക്കുന്നു. ദേശത്തെ പാർത്ത് വിശ്വസിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. അവരൊരുമിച്ച് കർത്താവിനെ ജീവിക്കാൻ കർത്താവിന് വേണ്ടി കൊടുത്ത് അവരുടെ തന്റെ ജീവനം ജയിച്ചുകൊണ്ട് സേവനത്തിൽ മുൻപോട്ട് വരുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തെ അനുഗ്രഹിക്കുകയും നാമത്തിന് മുഖത്തുകൂടെ നിലവിടുവാൻ അധികമായി സഹായിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ പേരും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ, വിശേഷ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാൻ തിരുമേനിക്ക് സാധിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടും പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവതാമായ നിയുക്തവരൻ ജിജോറിന്റെ പിതാവ് നല്ല ഒരു ഗാന രചയിതാവാണ്. ഇവിടെ ഈ നടക്കുന്ന ശുശ്രൂഷയോടനുബന്ധിച്ച് പാടുള്ള 4 പാട്ടും തൻ്റെ ഗാന അനുബന്ധങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതായ പാട്ടുകളാണ്. ഇപ്പോൾ ഇവിടെ ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. അതിലെ 2ാമത്തെ പാട്ട് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് എന്നുള്ളതായ ഗാനം ഇവിടെ ആലപിച്ചിട്ടുണ്ടായിരിക്കും. ഈ കോപ്പി ലഭിക്കാത്തവർ അവിടെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കില്ലായിരിക്കും. Amen.
ഇന്ന് ഇവിടെ നടക്കുന്നതായ വിവാഹ ശുശ്രൂഷ അന്ന് ദൈവം സ്ഥാപിച്ചതായ ആ വിവാഹം ദൈവശാസ്ത്രീയമായ ബൈബിൾ തന്നെ ക്രിസ്തീയ വിവാഹത്തിന് ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഏറ്റവും വലിയ ആലോചനകൾ അടങ്ങിയിരിക്കുന്നത്. കർത്താവിന്റെ സെക്കൻഡറായ സാമുവൽ ഇപ്പോൾ ആ ആലോചനകളെ ആസ്പദമാക്കി ചില ചിന്തകൾ നമ്മെ അറിയിക്കുന്നതായിരിക്കും. ഭാഷയിൽ അല്പം പ്രശ്നം ഉള്ളതുകൊണ്ട് താൻ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. സഹോദരൻ ടി വി ഡേവിഡ് അത് മലയാളത്തിലേക്ക്
മൊഴിമാറ്റം നടത്തുന്നതായിരിക്കും. ഞാൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. സമയം ചുരുക്കുന്നതിന് വേണ്ടി മലയാളത്തിൽ സംസാരിക്കാം എന്ന് കരുതുകയാണ്. കാരണം അടുത്ത ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ഒരാളുണ്ട്. എന്നാൽ മലയാളം സംസാരിക്കാനുള്ള താല്പര്യമോ അല്ലെങ്കിൽ അതിനുള്ള അറിവ് കൊണ്ടോ അല്ല ഞാൻ മലയാളം സംസാരിക്കാൻ വിചാരിക്കും. കാരണം ഞങ്ങൾ സർവീസ് ഇംഗ്ലീഷാണ്, മലയാള ബൈബിൾ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ കേരളത്തിലുള്ളവർ സംസാരിക്കുന്ന രീതിയിലുള്ള ആ മാധുര്യമോ ആ ആസ്വാദ്യമോ ഉണ്ടായി കഴിയില്ല എന്ന് മാത്രമേ ആദ്യമായി ഓർക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. വിവാഹത്തോടൊപ്പത്തിലായിരുന്നാലും മറ്റ് നമ്മുടെ ക്രിസ്തീയ ഏത് കൂട്ടങ്ങളോടൊപ്പത്തിലായിരുന്നാലും ദൈവവചനത്തിന് നാം കൂടുതൽ സ്ഥാനവും ഘനവും കൊടുക്കാറുണ്ട്. ദൈവവചന ധ്യാനം എഴുതി പ്രത്യേക ആവശ്യമാണ്. കാരണം നാം പ്രാർത്ഥിക്കുമ്പോഴുള്ള കർത്താവ് നാം സംസാരിക്കുന്നത്, ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെ ഇന്ന് വന്നു കുടിക്കുന്ന പല സ്ത്രീകളുടെ 2 ഭവനങ്ങളുമായി 2 സ്ഥലസമൂഹങ്ങളുമായി ബന്ധുമിത്രാദികളായി പല ഭാവങ്ങളുമായി കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ദൂത് കർത്താവ് പകർന്നു വരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥന കൂടെ ചെയ്യുക. ആദ്യമായി ഒരു ചെറിയ വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. The book of Genesis chapter 2 verse 18. ഈ വാക്യം ജോർജി ആദ്യമായി ഇപ്പോൾ ഓർമ്മിച്ചതാണ്. The book of Genesis chapter 2 verse 18. ഉൽപ്പത്തി പുസ്തകം 2:18. And the Lord God said, it is not good that the man should be alone. I will make him and help me for him. ദൈവം മനുഷ്യൻ നോക്കിയിട്ട് പറയുകയാണ്, ഇത് നല്ലത്. ഇതിന്റെ പിന്നിലുള്ള ഭാഗങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ശിശുയുടെ ചരിത്രം നാം കാണുന്നു. ആ സൃഷ്ടി ചരിത്രം നാം വായിക്കുമ്പോൾ 7 പ്രാവശ്യം സൃഷ്ടിയെ നോക്കിക്കൊണ്ട് ഓരോന്നിനെയും ശിക്ഷിച്ചിട്ട് കർത്താവ് പറയാണ്, ഇത് നല്ലത് എന്ന് ദൈവം കണ്ടു. 7 പ്രാവശ്യം നല്ലത് എന്ന് ദൈവം കണ്ടു, നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് പറഞ്ഞ ശേഷം മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഇവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. എല്ലാ സൃഷ്ടിയും നല്ലത് എന്ന് കണ്ട ശേഷം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തോടൊപ്പത്തിലാണ്. നല്ലതല്ല എന്ന് പറഞ്ഞ് യഹോവയായ ദൈവത്തിന് ഒരു വിവാഹം നടത്തിയതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ആരംഭ സമയത്ത് തിരുവചനത്തിൽ വിവാഹത്തോടൊപ്പത്തിൽ ആരംഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് താൻ ശുശ്രൂഷ ആരംഭിച്ചതെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. താൻ ആദ്യം ചെയ്ത അത്ഭുതം കാനാവിൽ കല്യാണ വീട്ടിൽ ചർച്ചിച്ചതായിരുന്നു. അങ്ങനെ തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും വിവാഹം ഉണ്ടായിരുന്നു. ഇനിയും ബൈബിളിന്റെ അവസാന ഭാഗത്തേക്ക് വെളിപാട് പുസ്തകത്തിൽ ഒരു വിവാഹം പറഞ്ഞ ശേഷമാണ് ആ തിരുവചനം അവസാനിക്കുന്ന കുഞ്ഞാടിന്റെ കല്യാണം. ഇങ്ങനെ ആരംഭം മുതൽ അവസാനം വരെ പല ഭാഗങ്ങളായി വിവാഹം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹികപരമായിരുന്നാലും മതപരമായിരുന്നാലും ലോക ജാതികളുടെ ഇടയിൽ ലോക ചരിത്രത്തിൽ വിവാഹത്തിന് ഒരു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലോക ജാതികളുടെ ഇടയിൽ ക്രിസ്ത്യാനികൾ വിവാഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം പോലെ ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം ലോകത്തിൽ വേറെ ഒരു വിഭാഗവും ഒരു ജാതികളും കൊടുത്തിട്ടില്ല എന്നുള്ളതും വിശേഷാൽ സ്മരണീയമാണ്. ദൈവം ഒരു ഉന്നത നിലവാരം പുലർത്തുവാനാണ്, വിവാഹബന്ധം പുലർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും പലരെ കൊണ്ടും അത് നടക്കുന്നില്ല. ഞാൻ അനേക വർഷമായി, ഏകദേശം 35 വർഷക്കാലങ്ങളായി
സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പലരെയും പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളായി പലരെയും കാണുവാൻ സൗകര്യപ്പെടായിട്ടുണ്ട്. ചിലരുടെ കുടുംബജീവിതത്തെ കണ്ട് സന്തോഷിച്ച് സ്തോത്രം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലരുടെ കുടുംബജീവിതം കണ്ടിട്ട് അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ താറുമാറായിപ്പോയാലും എങ്ങനെയെങ്കിലും ശരിപ്പെടുത്താൻ ഒക്കുമോ എന്ന് ഭാരപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു വ്യക്തി KV സൈനികസാനെ ഇങ്ങനെ ചോദിച്ചതായി കേട്ടു. ഞാൻ KV സൈനികസാനെ കണ്ടിട്ടില്ല. ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായതായി കേട്ടു, സാറ് വിവാഹത്തെ പറ്റി ഒരു നിർവചനം പറയാമോ? അദ്ദേഹം ഇങ്ങനെ മറുപടി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. വിവാഹം എന്നുള്ളത് വിവാഹം കഴിക്കാത്തവർ എത്രയും പെട്ടെന്ന് അതിനകത്ത് കയറാൻ ശ്രമിക്കുന്നത്, വിവാഹം കഴിച്ചവന് ആ വകയിലേക്ക് വെളിയിൽ പോകാൻ ആവശ്യിക്കുന്ന ഏതോ ഒന്നാണ് വിവാഹം എന്ന് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരളവിൽ പല വിവാഹ പ്രശ്നങ്ങളും ശരിയായി. എന്നാൽ യഥാർത്ഥ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കുടുംബ ജീവിതത്തിൽ ഒരു വ്യക്തി ആ വിവാഹ വലയത്തിൽ നിന്ന് ഒരു കാരണത്താലും വെളിയിൽ ചാടുവാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല എന്നുള്ളത് നാം അനുഭവിച്ചറിയുന്ന സംഗതിയാണ്. പലരും ഓർക്കാറുണ്ട്, ഈ ഹണിമൂൺ ടൈമാണ് ഏറ്റവും വിവാഹ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയം. പലപ്പോഴും അങ്ങനെ വളർത്തുന്ന കാര്യം. എന്നാൽ ഒരു ക്രിസ്ത്യനായിട്ട് നടത്തുന്ന ഒരു സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോട് പോകുന്ന ഒരു ക്രിസ്തീയ കുടുംബം നടത്തുന്ന ഒരാൾ ഓരോ ദിവസങ്ങളിൽ കഴിയുമ്പോഴും അവരുടെ സ്നേഹവും വാത്സല്യവും അവരുടെ ആ ബന്ധവും പുലർത്തുവാനെ സാധ്യമാകുന്നു. ഞാൻ 32 വർഷക്കാലമായി വിവാഹത്തിനായിരിക്കുകയാണ്. ഞാൻ വിവാഹം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊന്ന് മേശപ്പുറത്ത് കൊത്തി കഴിഞ്ഞാൽ എന്റെ ഭാര്യ ഒന്ന് മനസ്സിലാക്കി എന്താ ഇങ്ങനെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ല. എന്നാൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ കൈ കാണിച്ചാൽ മതി, ആൾ വന്ന് കണ്ണ് ചായ എത്തിക്കൊണ്ടു അല്ലെങ്കിൽ ഇന്ന ആൾ വൈകുന്നേരത്തെ ക്രമീകരിക്കണം എന്നൊരു ആക്ഷനിൽ അപ്പോൾ വിവാഹം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ സീതനോട് അവർക്കൊന്നും മനസ്സിലാകില്ല. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ആക്ഷൻ കൊണ്ടും എന്റെ മൂവ്മെന്റ് കൊണ്ടും എന്റെ സംസാരം കൊണ്ടും അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? ഒരു സൗഹാർദ്ദ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. നാം അടുത്ത് ജീവിക്കുമ്പോൾ എന്റെ വിഷയങ്ങൾ അവളറിയുകയും അവളുടെ വിഷയങ്ങൾ എനിക്കറിയുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആ പ്രായത്തിൽ അന്യോന്യം കരുതുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനുള്ള മനസ്സിൽ ആ പ്രായത്തിലുള്ളവർക്കുണ്ട്. അത് വർഷങ്ങൾ കഴിയുമ്പോഴും ആ സ്നേഹബന്ധം കൂടുകയേ ഉള്ളൂ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് അനേകം ക്രിസ്തീയ ജീവിതവും താറുമാറായി തകർന്നു പോയിട്ടുണ്ട്. എപ്പോഴും തകർന്ന ക്രിസ്തീയ ജീവിതം ഞാൻ കണ്ടു. ഒരിക്കലൊരു വിവാഹ ജീവിതത്തിൽ ആരംഭിച്ചൊരാളുടെ പ്രശ്നങ്ങളെ എന്നോട് വന്ന് പറഞ്ഞു. ഒരു വാർത്ത എന്ന് പറഞ്ഞ് അടുത്ത് വരണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പായിട്ട് മറ്റേ വാർത്തയോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ പാട്ട് വന്നു, ഞാൻ എന്നോട് പറഞ്ഞ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ഒത്തിരി സത്വപോരാട്ടമൊക്കെ ഉണ്ടാകുമായിരിക്കും, എന്തിനും അങ്കിളുവാന്ന് പറഞ്ഞിട്ട് അവൻ ഓഫീസിൽ നേരെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വിവരങ്ങൾ ചോദിച്ചു. അങ്കിളേതായി വരാൻ പറഞ്ഞു. പക്ഷെ ഒത്തിരി സത്യപോലങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അവിടെ ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടെ ദേശത്ത് ചുറ്റുപാടുണ്ടായിരുന്ന ആളുകൾ പോലും കേൾക്കത്തക്ക നിലയിലുള്ള ഒച്ചപ്പാട് അവിടെ ഉണ്ടായി. കാരണം എന്താണ്? തമ്മിൽ സ്നേഹമില്ല, സ്വരച്ചേർത്തില്ല, ഞാനാണ് ശരി നീയാണ് ശരിയെന്ന് വാദിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ തോന്നുന്നത്. എന്നാൽ ദൈവം വന്നിട്ട് എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കാം, എങ്ങനെ കുടുംബജീവിതം നയിക്കണമെന്ന് അനേക ഭാഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗം പറയുവാനോ എടുക്കുവാനോ എനിക്ക് സമയമില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ 3 ഭാഗങ്ങൾ മാത്രം റെഫറൻസ് പറഞ്ഞ് 1-2 കാര്യങ്ങൾ ഓർമ്മിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3 പ്രത്യേകിച്ച് ഭാഗങ്ങൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ, 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 3 ഭാഗങ്ങളാണ് തിരുവനന്തപുരത്തിൽ വളരെ ഡയറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കണം എന്ന് ഓർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭാഗങ്ങൾ എടുത്ത് പറയുവാനാണ് ഞാൻ പോകുന്നില്ല. എന്നാൽ പൊതുവെ ഒരു കാര്യം ഓർമ്മത്തെ, ഈ 3 ഭാഗങ്ങളിലും ഭാര്യമാര് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കണം എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപദേശം. എന്തുകൊണ്ടാണ് ഭാര്യമാർക്ക് ആദ്യം ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക.
അത് ആവശ്യമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ തോന്നിയിട്ടാണ് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം കീഴ്പ്പെട്ടിരുന്നാൽ അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ചോദിക്കുകയാണെങ്കിൽ അതിനപ്പുറം ചോദിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യും എന്നുള്ള സംശയമില്ല. ഒരിക്കൽ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ കുടുംബത്തിൽ തലവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കണം, കേൾക്കണം എന്ന് പറയും. ഭാര്യയോട് വിളിക്കാറുണ്ട്. അവൾ പറഞ്ഞു, നീ ഹെഡ് ഓഫ് ഫാമിലിയാണ്, എന്നാൽ ഞാൻ നിന്റെ ശരീരമാണ്. ഹെഡ് ഓഫ് ഫാമിലിക്ക് ഞാൻ ശരീരമാണ്. Without my permission, you cannot change my this side or that side. ഞാൻ കരുത്തു വരുന്നതാണ്. ഞാൻ അനുഭവിക്കാവുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാൻ പറ്റുന്നത്. കാരണം ഈ നിലയിൽ പറയാനും എതിർ പറയാനും സാധ്യത ധാരാളമുണ്ട്. എന്നാൽ അൺകണ്ടീഷണൽ പറയുന്നതാണ് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ കീഴടങ്ങിയിരിക്കണമെന്നല്ല. ഭർത്താവ് നിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നീ കീഴടങ്ങിയിട്ട് ദൈവത്തിൽ പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീ ഒരു കണ്ടീഷണൽ പറയാതെ അൺകണ്ടീഷണൽ യു ഹാവ് ടു സബ്മിറ്റ് യുവർസെൽഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ബിഫോർ ദ ഹസ്ബൻഡ്. ഇതാണ് ദൈവത്തിൽ പറഞ്ഞത്. നിങ്ങൾ ആ കീഴടങ്ങിയിരിക്കണമെന്ന് പറയുമ്പോൾ ഭാര്യ ഒരു ദാസിയെ പോലെ പഴയ കാലത്ത് ഈ അടിമ കച്ചവടം ഉണ്ടാകുന്ന അടിമക്കാരെ പോലെ നിങ്ങളൊരു ഭർത്താവ് പറയുന്നതെല്ലാം കേട്ട് അടിച്ചമർത്തിയിരിക്കണം എന്നുള്ളതല്ല. ഒരു ഭാര്യയെ ഉണ്ടാക്കി ആളാണ് കൊടുത്തതെങ്കിൽ ആ നിലയിൽ ഇപ്പോൾ ഭാര്യ കാലിന്റെ കീഴിൽ വെച്ച് ചവിട്ടുമായിരുന്നു. എന്നാൽ കർത്താവ് എങ്ങനെയാണ് ചെയ്തത്? ഈ സൈഡിൽ നിന്ന് എന്തിനു വേണ്ടി അവിടുന്ന് ഒരു മനുഷ്യ സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു. ആ ഭാര്യയെ അന്ന് കൊടുത്തത് ഒരു അടിമയായിട്ട് ചവിട്ടുവാനല്ല, അവനോട് കൂടെ ഇരിക്കുക, അവന്റെ പ്രയാസങ്ങൾ സഹകരിക്കാൻ, അവനോട് കൂടെ പ്രാർത്ഥിക്കാൻ, അവനോട് കൂടെ സമത്വം പുലർത്തുവാൻ അവന്റെ സൈഡിൽ നിന്നാണ് ഇരിക്കുക. അവന്റെ സൈഡിൽ ഇരിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. ആ നില ആ ഭാര്യ കൊടുക്കണം. സബ്മിഷൻ എന്നുള്ളത് ഉണ്ടായിരുന്നാൽ തന്നെയും അവനോട് ചേർന്ന് അതേ നിലയുള്ള ഈക്വൽ സ്റ്റാറ്റസിന്റെ ഫാമിലി അവൾക്കുണ്ട് എന്ന് നാം പറഞ്ഞു പോയത്. വീക്കർ ബർത്തൽ എന്നാണ് ഒരു വീക്കർ ബർത്തൽ. അവൾ സ്ത്രീ വീക്കർ ബർത്തൽ ആകുമ്പോൾ വേറെ അർത്ഥം പറയുകയാണെങ്കിൽ വീക്ക് ബർത്തൽ ആണ്. മനുഷ്യനൊരു വീക്ക് ബർത്തലാണ്, കലഹീനമാക്കാം. സ്ത്രീയെ കുറെ കൂടെ കലഹീനമാക്കാം. എല്ലാവരും പറ്റും. എന്നാൽ അവന്റെ കുടുംബജീവിതം ധന്യമായി നയിക്കുവാൻ രണ്ടുപേരും ഒരുങ്ങണം. ആദ്യമായിട്ട് നിങ്ങൾ പൂർണ്ണമായി കർത്താവിനെ പോലെ ഈ ഇടത്തിൽ സംസ്കൃതിക്ക്. എന്നാൽ കർത്താവിനോട് 3 ഭാഗങ്ങളിലും രണ്ടാമതാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരോട് പറയുന്നത് ഭാര്യമാര് സബ്മിസീവായിട്ട് വിനിയോഗം സ്നേഹിക്കണമെന്നുള്ളത്. This was also an unconditional demand. Broken family will have an experience of hell. ഒരു നരകത്തിന്റെ ഒരു അനുഭവമായിരുന്നു ബ്രോക്കൺ ഫാമിലി ഉണ്ടാകുന്നത്. അതേസമയത്ത് തന്നെ ഒരു ഹാർമോണിയസ് ഫാമിലി ലൈഫാണെങ്കിൽ ഒരു ഹെവൻലി എക്സ്പീരിയൻസ്, സമാധാനം, സന്തോഷം എല്ലാം അവിടെ നിലവിലുണ്ട്. ഈ നിലയിലാണ് കർത്താവ് നമ്മെ സംബന്ധിച്ചും ആഗ്രഹിക്കുന്നത്. ഇന്ന് പലപ്പോഴും പരാജയങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 2 ദ്വീപുകളാണ്. ചില ഭാര്യമാർ ചില ഭവനത്തില് ഭർത്താക്കന്മാർക്കാണ് ഈ കാര്യങ്ങൾ ദ്വീപുകളാണ്. ആ ഭാര്യ ഭർത്താവായിരിക്കും. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയുമായിട്ട് കീഴ്പ്പെട്ട ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക, ചിലപ്പോൾ ഭർത്താവ് നേരെ തിരിച്ചിരിക്കുക. അങ്ങനെ ഇങ്ങനെയും നേരെ ഈ ഉപദേശം തിരിച്ചു പോകുന്നതുകൊണ്ട് ആകമാനം താറുമാറായി പോകുന്നതിനെ ചെയ്യും എന്നുള്ള സംശയമില്ല. ഇന്ന് അനുസരിച്ച് മാതാപിതാക്കന്മാരെയും അധ്യാപകന്മാരെയും സഭാ മൂപ്പന്മാരെയും അനുസരിക്കാത്ത ഒരു യുവതലമുറയാണ് ഇത് നാം കാണുന്നത്. പലപ്പോഴും ഓർക്കാറുണ്ട് ഈ തലമുറ മുന്നോട്ട് ഈ നിലയിൽ പോയി എങ്ങനെ എവിടുത്തെ നിൽക്കും എന്ന് ഓർക്കാറുണ്ട്. പ്രായമുള്ള പലപ്പോഴും പറയും പിള്ളേർ അനുസരണക്കെട്ടവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാറുള്ളത്. ശരിയാണ്, പിള്ളേർ അനുസരണം കെട്ടവരാണ്. കിട്ടിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ ദിവ്യ സാക്ഷിച്ചൂട് പുലർത്തി വരുവാൻ ഒരു കാരണമായി തീർന്നതാണ് പ്രധാന കാരണം. അനേക കാരണങ്ങൾ കാണും. കുടുംബത്തിൽ ഒരു
സ്വൈരമായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കൾ അന്യാധീനമായി വേറെ വിധത്തിൽ പോകുവാൻ 90% സാധ്യതയില്ല. കുടുംബത്തിൽ ചില തകരാറുകൾ ഉണ്ടായിരിക്കും. ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് പല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. എന്ന ഒരു മർമ്മമാണ് ലേഖനം 5-ാമത്തെ വാഴ്ച. ഓരോ വിവാഹവും നടക്കുമ്പോൾ ഇതൊരു മർമ്മം നമ്മെ വിളിച്ചറിയുകയാണ്. ഒരുപാട് പുസ്തകത്തിൽ കാണുന്നത് കുഞ്ഞാടിന്റെ വിവാഹവും വന്നത്. ഈ വിവാഹം രണ്ട് വിശ്വാസികളിൽ നിന്നുള്ള വിവാഹം ഇവിടെ നടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മണവാളനായി ദൈവജനം മണവാട്ടിയായി നടക്കുവാൻ പോകുന്ന വിവാഹത്തെ ഇത് വിളിച്ചറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം ഞാൻ ചോദിച്ചത്, ഇവിടെ ഇരിക്കുന്ന കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്ന ഓരോരുത്തരും ആ മണവാളിന്റെ ആ വിവാഹത്തോടുകൂടി ഞങ്ങൾ ആ പങ്കാളികളായിരിക്കും. എന്നാൽ കർത്താവിനെ സ്വീകരിക്കാത്തവരായിട്ട് നിങ്ങളുടെ സാന്നിധ്യം ഏതെങ്കിലും ആകട്ടെ, ഏതെങ്കിലും സമുദായത്തിലോ ഏതെങ്കിലും മതത്തിലോ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കട്ടെ, നിങ്ങൾക്ക് കർത്താവായ യേശുവിന്റെ ആ മണവാട്ടി മതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം കർത്താവായ യേശുവിനെ അംഗീകരിക്കുകയും അവന്റെ സഭയുടെ അംഗമായി തീരുകയും ചെയ്തല്ലാതെ നിങ്ങൾ ആ മണവാട്ടി മതത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ഈ ഒരു മതമാണ് ഈ നമ്മെ ഓർമ്മിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മണവാട്ടി സഭയുടെ അംഗമായി തീരുമാനിക്കുന്നു. ഇതുവരെ കർത്താവായ യേശുവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അതിനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. വിവാഹത്തിലേക്ക് വീഴ്ചുവാൻ പോകുന്ന ഇരുവർക്കും സകല മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് അവരുടെ വിവാഹങ്ങളും ഏറ്റവും നന്നായി തീരട്ടെ എന്നുള്ള ആശംസകളോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ കേൾക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ സഹായിക്കുകയും തീരുകയും ചെയ്യും. പാത്രത്തിലെ 4-ാമത്തെ പാട്ട് മഹാവിശ്വസ്തന ഞങ്ങൾ പിതാവ് എന്നതായ ഗാനം ഗായക സംഘം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. Amen.
It's a great joy for me to be here this morning. I have known Jijo and Smita for over 5 years. എല്ലാവരെയും നിന്നും ഭാഗമായിരിക്കും വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇതേയും ജിജോയിനെയും എനിക്ക് നന്നായിട്ട് അറിയാം. He's very much part of our assembly in Bangalore, and some of our members are here this morning to share their joy. ഞങ്ങൾ ബാംഗ്ലൂരിലുള്ളതായ സഭയിൽ ഞങ്ങൾ അംഗമാണ്. അവരുമായിട്ട് സന്തോഷമായ കൂട്ടായ്മകളും ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. A friend visited a couple who had been married for 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട് വിവാഹിതരായിരിക്കുന്ന ദമ്പതികളെ സ്നേഹിതൻ കാണുകയുണ്ടായി. And he asked the couple, how are you getting on? എങ്ങനെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു, സന്തോഷമായിട്ടാണോ എന്ന് അന്വേഷിക്കുന്നത്. They said, when we were married 10 years ago, the pastor gave us 10 guidelines for a happy family life. 10 വർഷം മുമ്പ് ഞങ്ങൾ വിവാഹിതരായപ്പോൾ ഞങ്ങളെ വിവാഹ ശുശ്രൂഷകൻ 10 നിർദ്ദേശങ്ങൾ സുഖകരമായ സന്തോഷകരമായ വിവാഹ ജീവിതമായിട്ട് ഞങ്ങളെ പരിമേൽപ്പിക്കുകയുണ്ടായി. So he said, how is it going on now after 10 years? 10 വർഷത്തിന് ശേഷം ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് അന്വേഷിക്കുകയുണ്ടായി. He said, now we have 10 children and no guidelines. ഇപ്പോൾ ഞങ്ങൾക്ക് 10 മക്കളുണ്ട്, ഒരു നിർദ്ദേശങ്ങൾ ഞങ്ങൾ പാലിക്കാറില്ല. It is a sad story, അത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. which I'm sure will not take place in the case of Jijo and Smita. ഈ വിവാഹിതരാകുന്നതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ന്യായമായിട്ട് പ്രതീക്ഷിക്കാം. Joshua said in chapter 24 and 15, as for me and my house, we will serve the Lord. യോശുവയുടെ പുസ്തകം 24 വായിക്കുന്നത്, ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നതാണ്. He was an elderly man, around 100 years old. He gathered the nation together for his final and farewell speech. ഏകദേശം 100 വർഷം പ്രായമുള്ള വയോവൃദ്ധനായ യോശുവ ജനത്തെ കൂട്ടിവലിച്ചുകൊണ്ട് തന്റെ അവസ്ഥയെ സന്ദേശം നൽകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത്. Joshua was a man who took his responsibility towards his family very seriously. തന്റെ കുടുംബത്തോടുള്ളതായ ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യോശുവ. So there are many men, fathers, husbands who are here. ഇവിടെ പല മാതാക്കളും പിതാക്കളും സ്നേഹിതന്മാരും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. And for the benefit of Jijo and Smita and all of our families, I want to share a few things about Joshua's decision. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ജിജോയ്ക്കും സ്മിതയ്ക്കും വേണ്ടി ദൈവത്തിലുള്ള യോശുവയുടെ ചരിത്രത്തിലെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Joshua confronted the whole nation with a challenge. He said, today you must choose which God you are going to serve. ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ആ ജാതിയെ അഭിസംബോധന ചെയ്യുന്ന യോശുവ പറഞ്ഞു, നിങ്ങൾ ഇന്നൊരു വെല്ലുവിളി തിരഞ്ഞെടുക്കണം, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തീരുമാനിക്കുക. There were the gods of Mesopotamia. മെസൊപ്പൊത്താമിയയിൽ നിന്നുള്ള ദൈവം, വെളിപ്പെട്ട ദൈവം. There were the gods of Egypt. ഇസ്രായേലിലെ ദൈവങ്ങൾ. There were the gods of Canaan. കനാൻ നാട്ടിലേതായ ദൈവങ്ങൾ. They had a variety of gods to choose from. അങ്ങനെ തിരഞ്ഞെടുക്കുവാൻ വളരെയധികം ദേവന്മാരുള്ള രാജ്യത്താണ് അവർ നിൽക്കുന്നത്. എന്ന് പറയുന്ന പ്രസിദ്ധനായ വേദ പഠിതാവ് ഉണ്ടായിരുന്നു. His son got married. അദ്ദേഹത്തെ മകൻ വിവാഹനാകുമ്പോൾ They set up their home beautifully. വളരെ മനോഹരമായിട്ട് ആ വീട് അനുകരിച്ചു. And he said, Daddy, please come and see our new home. ആ പ്രിയപിതാവിൽ ഞങ്ങൾ ഭവനത്തിൽ കടന്നു വരുന്നു, അത് പുതിയ ഭവനം കണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞു. So Campbell Morgan came to visit the home of the newly married couple. ആ പുതിയതായിട്ട് വിവാഹിതരായ ആ ദമ്പതികളെ കാണുവാനായിട്ട് ക്യാമ്പിൽ മോഹൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. He walked through every room of the house. എല്ലാ മുറികളും ചുറ്റി നടന്ന് കാണുകയുണ്ട്. Everything was very posh and spick and span, and the house was beautifully arranged. ആ ഭവനത്തിലെ ഓരോ കാര്യങ്ങളും അതിമനോഹരമായിട്ട് ക്രമീകരിക്കുകയും നല്ല നല്ല സാധനങ്ങൾ കൊണ്ട് ഭംഗിയായിട്ട് അലങ്കരിക്കുകയും ചെയ്തു. He came back to the living room and he sat down on the sofa. അവിടെ എല്ലാവരും കൂടി വരുന്നതായ ആ മുറിയിലേക്ക് കിടന്ന സോഫയിൽ ഇരുന്നു. The son also came and sat along with him. തന്റെ മകനും അതിന്റെ അടുത്ത് തന്നെ പൊസിഷനായി. He was excited. He said, Daddy, what do you think about our new house? ആ വളരെ ആവേശത്തോടെ മകൻ ചോദിച്ചു, പ്രിയ പിതാവേ, ഞങ്ങളുടെ ഭവനത്തെ കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? And Campbell Morgan said to his son, ക്യാമ്പിൽ മോഹൻ തന്റെ മകനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, Son, your house is really beautiful. നിങ്ങളുടെ ഭവനം വളരെ മനോഹരമായിട്ടുണ്ട്. But anybody who goes through your house would not know whether you're serving God or serving the devil. ഈ ഭവനത്തിൽ ചുറ്റിയാണെന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ദൈവത്തെയാണോ ശാരിയാണോ സേവിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ. That day his son went and got a placard and put it on the wall, as for me and my house, we will serve the Lord. ആ മകൻ അതുകൊണ്ട് വേഗം പോയിട്ട് ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ള വാക്യം എഴുതി ആ ബോർഡ്, വലിയൊരു ബോർഡ് അത് ആ മതിലിന്റെ തൂക്കിയുണ്ടായി. So it will be good for Jijo and Smita to put a placard on their house. Christ is the head of this home. അതുകൊണ്ട് ജിജോയ്ക്കും സ്മിതയ്ക്കും അവരുടെ ഭവനത്തിൽ
ക്രിസ്തുവാണ് ഈ ഭവനത്തിന്റെ നാഥൻ എന്ന് അവർ മതിന്മേൽ എല്ലാവരും കാലിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. So everybody who comes in there will straight away know that they serve Jehovah God. അവിടെ ആ ഭവനത്തിൽ കിടന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവർ യഹോവയെ സേവിക്കുന്നവരാണ്. Joshua's decision was also a very daring one. ആ യോശുവയുടെ തീരുമാനം വളരെ ധൈര്യമുള്ള തീരുമാനമാണ്. He said, I don't care what you all decide, I have decided to serve Jehovah God. നിങ്ങളൊക്കെ എന്ത് തീരുമാനമെടുത്താലും എനിക്ക് പരാതിയില്ല, ഞാൻ യഹോവയെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. Joshua was ready. യോശുവ പിന്നീട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ മാത്രമല്ല എന്റെ ഭവനവും എന്നോട് ചേർന്ന് യഹോവയെ സേവിക്കും. Many people say, as for my family, minus me, we will serve the Lord. പല ആളുകളും പറയുന്നത് എന്റെ കുടുംബം യഹോവയെ സേവിക്കും, ഞാൻ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാണ്. Religion is for the women and the children. ആ സ്ത്രീകൾ സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കുമാണ് ഭക്തിയുടെ കാര്യങ്ങൾ ആവശ്യമുള്ളത്. There is a beautiful song of consecration that we sing, take my life and let it be consecrated, Lord, to thee. എടുക്ക എൻ ജീവനെ, എന്റെ ജീവിതത്തെ നിനക്കായിട്ട് എന്ന് പറയുന്നതായ സമർപ്പണ ഗീതം പലപ്പോഴും നാം പാടാറുണ്ടല്ലോ. One man got the word wrong. He said, take my wife and let her be consecrated, Lord, to thee. ആ ഗാനത്തിനെ ഒരേ ആൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ഭാര്യ എടുക്കണമേ ദൈവമേ, അവളുടെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. We are very good husbands, fathers and men. We are good at dedicating our wives and children. But what about you and what about me? പല പിതാക്കന്മാരും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളെയോ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് എന്റെ തീരുമാനമുണ്ടാകും. Joshua says, every bit of my family, every bit of my household together, we will serve the Lord. യോശുവ പറഞ്ഞത് എന്റെ ഭവനം മുഴുവനായിട്ട് ഒരു അംശവും മാറ്റിവെക്കാതെ പരിപൂർണമായിട്ട് യഹോവയെ സേവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണ്. So there are many husbands and fathers here. Let me tell you, the decisions that you make, the kind of life you live will affect your family for many generations. അതുകൊണ്ട് ഇവിടെയുള്ള പിതാക്കന്മാരോടും ഭർത്താക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, തലമുറകളായി നിൽക്കുന്നതായ തീരുമാനങ്ങൾ എടുക്കുവാൻ, അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാകുന്ന ദൈവികമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ സഹായിക്കും. So Joshua says that for me and my house, we will certainly serve the Lord. യോശുവ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യഹോവയെ സേവിക്കുന്നതാണ്. There are many self-serving families in Christianity today. ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് സ്വന്തം തങ്ങളെ തന്നെ സേവിക്കുന്നതായ പല കുടുംബങ്ങളെ നാം കാണുന്നു. Because there is a great increase in the divorce rate and broken homes, many believers overreact and we tend to protect our own families very closely. തകർന്ന കുടുംബങ്ങളും വിവാഹമോചനങ്ങളും സ്ഥിരമായി നടക്കുന്നതുകൊണ്ട് അവരെ കുടുംബങ്ങളെ പരിപാലിക്കാൻ അവർ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും താല്പര്യപ്പെടുന്ന പലരെയും ഇന്ന് കാലത്ത് കാണപ്പെടുന്നു. So finally we end up serving ourselves. We are not serving the Lord, we are serving ourselves. അങ്ങനെ ആത്യന്തികമായി നോക്കിയാൽ പലപ്പോഴും ദൈവത്തെ സേവിക്കുന്ന പകരം അവരെ കുടുംബത്തെ മാത്രം സേവിക്കുന്ന ഭർത്താക്കന്മാരും പിതാക്കന്മാരുമായിട്ട് നാം worship the God of our family. Our family becomes a God. നമ്മുടെ കുടുംബം ദൈവത്തിന്റെ സ്ഥാനം പിടിച്ചു പറ്റുകയും ദൈവത്തെ ആരാധിക്കുന്ന പകരം കുടുംബത്തെ ആരാധിക്കും. All our families, that we will truly be those who serve our God and do what He wants us to do. ഇതിലെങ്കിലും ഇരുവരും കർത്താവ് ഞങ്ങളെ പറ്റി ദൈവം ചെയ്യുവാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സേവിക്കുന്ന ഫലമായി തീരുമാനിക്കാറ്. What was the response of the people when Joshua placed this challenge? അന്ന് യോശുവ ഈ വെല്ലുവിളി ഉയർത്തിയപ്പോൾ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. 4 times these people say, no, we will serve the Lord, we will serve the Lord. 4 times they made that response to Joshua. എന്നാൽ 4 പ്രാവശ്യമായിട്ട് ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന ആവർത്തിച്ച് പറയുന്നതായിട്ട് നാം അവിടെ കാണുന്നു. They gave a very quick and a repeated response many times. വളരെ പെട്ടെന്ന് ആവർത്തിച്ച് പ്രതികരണം അവിടെ പറയുന്നതായിട്ട് നാം കാണും. We also are very good at making quick, repeated responses. നാമം പലപ്പോഴും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നവരാണ്, ആവർത്തിച്ച് പറയുന്നവരാണ്. Later on, when the wedding is solemnized and Jiddo and Smita have to exchange vows, when brother says, will you, they will not think and say, let me think about it for some time. They both are going to say, I will straight away. ചില സമയങ്ങൾക്ക് ശേഷം വിവാഹം നടക്കുമ്പോൾ നിങ്ങൾക്ക് അന്യ വിവാഹങ്ങൾക്ക് തയ്യാറാകുന്നത് ആലോചിക്കാതെ ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറയുന്നത് പെട്ടെന്നാണ് മറുപടി പറയുന്നത്. ആ ചില നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ തയ്യാറാണെന്ന് രണ്ടുപേരും സമ്മതിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ തീരുകയാണ്. ഈ തലമുറ യഹോവയെ യഥാർത്ഥത്തിൽ സേവിക്കുന്നുണ്ടോ? You read the book of Judges, the 2nd chapter, you find that there arose a generation who didn't know the Lord. ന്യായാധിപ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹോവയെ അറിയാത്ത ഒരു തലമുറ വന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Those families didn't take serving God seriously.
വളരെ ഗൗരവമായിട്ട് യഹോവയെ സേവിക്കുവാനായിട്ട് ആ കുടുംബങ്ങൾ തീരുമാനിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. Judges chapter 2, it says they went back very much and started serving those idols again. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവർ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ സേവിക്കാൻ വളരെ വേഗം വഴിമാറിപ്പോയി എന്നാണ്. So may God help us as families to be serious when we respond and say, oh God, our whole family will serve you. അതുകൊണ്ട് ദൈവത്തോട് ഞങ്ങൾ യഹോവയെ സേവിക്കാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ അതിന് ഗൗരവം ഉൾക്കൊണ്ടുകൂടെ തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. Our prayer for Tito and Smita is that God will make you a positive influence for His kingdom. ഞങ്ങളുടെ ആ പ്രാർത്ഥനയും സ്മിതയ്ക്കും ദൈവരാജ്യത്തിൻ്റെതായ പുരോഗമനത്തിന് വേണ്ടി വളരെ ആരോഗ്യപരമായി മുന്നോട്ട് പോകുവാൻ അവരെ ഇടയാകട്ടെ എന്നാണ്. God will make you a shining light as a family. ഒരു പ്രകാശിക്കുന്ന കുടുംബമായിട്ട് നിങ്ങൾ തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. Your family will serve Jehovah God. യഹോവയായ ദൈവത്തെ സേവിക്കുന്ന ഭവനമായിട്ട് നിങ്ങളുടെ ഫലം തീരട്ടെ. God will use you to strengthen those who are weak. ബലഹീനതയെ ശക്തീകരിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. God will help you to win those who are lost to His kingdom. ദൈവരായി തകർന്നു പോകുന്നവരെ ഗുണം കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾ ബലപ്പെടുത്തട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുന്നു. That happens, God will be glorified through your family, and as we do that, God will be glorified through each one of our families. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ആ അന്തരീക്ഷത്തിൽ ദൈവനാമഹത്വപ്പെടുവാനിടയാകും. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇതുപോലെ ദൈവനാമഹത്വപ്പെടുവാനിടയാകും.
കുറിച്ച് നമ്മെ കേൾപ്പിച്ചു. അപ്പോൾ സ്വർഗരോട് പറയുന്നത് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അന്വേഷിച്ചിട്ടുണ്ടായ കടമകളെ കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ചില കാര്യങ്ങളുണ്ട് അവരോട് ആ ബന്ധത്തിൽ ഓർപ്പിക്കാൻ കർത്തദാസൻ ജോൺ കുര്യൻ ഇപ്പോൾ തന്റെ ചുരുങ്ങിയ സന്ദേശത്തിൽ കൂടെ നയിക്കുന്നതാണ്. വിവാഹ ശുശ്രൂഷ അതിനോടനുബന്ധിച്ച് നിരക്കുണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നു. രണ്ട് പ്രസംഗം കഴിഞ്ഞ സ്ഥിതിക്ക് മൂന്നാമത് പ്രസംഗം വാസ്തവത്തിൽ വളരെയധികം തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു പ്രസംഗത്തിന് എത്രയും ചുരുക്കി പറയാൻ സാധിക്കുമോ അത്രയും ചുരുക്കിയുള്ള പ്രസംഗമാണ് ഇപ്പോൾ ഞാൻ പറയാനായി പോകുന്നത്. 5 മിനിറ്റ് കഴിയരുത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടു. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ വളരെ ശൈലിക്ക് കൂടുതൽ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ജോലി കുറച്ച് എളുപ്പമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ജിജോയോടും സ്മിതിയോടുമായിട്ട് പ്രത്യേകമായിട്ട് 10 റോഡുകൾ പറഞ്ഞാണെങ്കിൽ ഇന്ന് സമയമില്ലാത്ത 3 റോഡ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ ജീവിതമാണ്. പ്രതിബദ്ധതയുടെ ജീവിതമാണ്. There is a threefold commitment in marriage.